പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉൾപ്പെടെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതായിരുന്നിട്ട് പോലും തനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയത് ഞെട്ടിച്ചെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. അതൊക്കെ വിഷമമുണ്ടാക്കി. അവര് കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്ക് എന്നെ ചോദിച്ച് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. എന്റെ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എന്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിന്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പൊ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിലെടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചുവെന്നാണ് KGMCTA ഗ്രൂപ്പിൽ ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം അദ്ദേഹം സന്ദേശം അയച്ചത്. ആ സന്ദേശത്തിന് പിന്നാലെയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ വിഷമം തുറന്നു പറഞ്ഞത്. അതേസമയം മാനദണ്ഡങ്ങൾ മറികടന്ന് DME ഡോക്ടർ വിശ്വനാഥ് സ്ഥിരം നിയമനം നൽകാൻ നീക്കം നടത്തുകയാണ് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു. ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിൽ സ്ഥിരം നിയമനം ഡോക്ടർ വിശ്വനാഥിന് നൽകാൻ നീക്കം നടത്തുന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഈ ആക്ഷേപവുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വളരെ തനിക്കുണ്ടായ വേദന അത് വളരെ കൃത്യമായി തുറന്നു പറയുകയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ്. എന്തായാലും ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ, അതല്ല ഞാൻ സത്യസന്ധനാണെങ്കിൽ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ മുറിപ്പാട് അത് എത്രമാത്രം വലുതാണ് എന്ന് തുറന്നു പറയുകയാണ് ഈ സംഘടനയ്ക്ക് അയച്ച വാട്സപ്പ് മെസ്സേജിലൂടെ എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇനി ഒരു തരത്തിലുള്ള ഒരു പ്രകോപനത്തിനും വിവാദങ്ങൾക്കുമൊന്നും താനില്ല, ഇനി ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. പക്ഷേ 2 ദിവസങ്ങൾക്കിപ്പുറം അദ്ദേഹം ഉള്ളിൽ കൃത്യമായ നോവുണ്ട്, അത് ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. അതായത് താൻ കീഴുദ്യോഗസ്ഥനായിരുന്നിട്ടും തന്നോട് നേരിട്ടോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ ചോദിക്കാമായിരുന്ന വിശദീകരണം വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എത്രമാത്രം അദ്ദേഹത്തെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്ന് വ്യക്തമാക്കിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് രാവിലെ പ്രതികരിച്ചത്. അതോടൊപ്പം ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് DME വിശ്വനാഥിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരോക്ഷമായ പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. മന്ത്രിയുടെ അറിവോടെയാണോ ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് അറിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇത് കൃത്യമായി ചിലരെ അസ്വസ്ഥരാക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ വിശ്വനാഥിനെ DMEയുടെ പൂർണ്ണ ചുമതല നൽകാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീണ ജോർജിനു വേണ്ടി ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നതിനുള്ള പ്രതിഫലമായി സീനിയോറിറ്റി പട്ടിക മറികടന്നുകൊണ്ട് ഡോക്ടർ വിശ്വനാഥിനെ DME തസ്തികയിൽ പൂർണ്ണ ചുമതല നൽകി നിയമിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല എന്ന ഒരു സന്ദേശവുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ വാർത്താക്കുറിപ്പടക്കം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമനവുമായി സർക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട് വളരെ വ്യക്തമായി, ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തന്റെ സഹപ്രവർത്തകർ തന്നെ ക്രൂശിച്ചുവെന്ന്. അതിനൊക്കെയുള്ള മറുപടി അല്ലെങ്കിൽ ആ വെള്ളി നാണയങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് DME ഡോക്ടർ വിശ്വനാഥിന് സ്ഥിരം നിയമനം നൽകാൻ നീക്കം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം, എന്നൊരു മുനവെച്ചുള്ള ഒരു സംസാരം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണമോ? എന്ത് മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന്?
അതായത് അദ്ദേഹത്തെ സംശയനിഴലിൽ നിർത്താൻ, അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ബോധപൂർവമായ നീക്കം അദ്ദേഹത്തിന്റെ തന്നെ മുൻ സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസവും അതിനോട് ചേർത്ത് വെക്കാവുന്ന ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ അത് ഇത്രമാത്രം പ്രവോക്കിംഗ് ആയിട്ടല്ല അന്ന് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇന്ന് കൃത്യമായി ആരെയാണോ താൻ ലക്ഷ്യം വെക്കുന്നത്, തനിക്കെതിരായി നീക്കം നടത്തിയത് ആരാണ്, അവരെ തന്നെ വെള്ളി നാണയങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ തുറന്നടിച്ചിരിക്കുന്നത്. അത് കൃത്യമായി ആരോഗ്യമന്ത്രിയെയും അതോടൊപ്പം DMEയെയും അതോടൊപ്പം മെഡിക്കൽ കോളേജിലെ മറ്റ് അധികൃതരെയും, അതായത് അദ്ദേഹം പൊതുവായ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ബോധപൂർവം ആക്രമിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഔദ്യോഗികമായി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായിയൊക്കെ എന്ന പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പുകൾ ചെറുതായിരിക്കില്ല. കാരണം ഔദ്യോഗികമായി KGM-CTA തന്നെ നടത്തിയ ചർച്ചയിൽ ഇനി ഒരു പ്രകോപനപരമായ പരാമർശങ്ങളും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്ടർമാർക്കെതിരെയോ ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളെ കണ്ടത് ചട്ടലംഘനമാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ വിഷയത്തിൽ മറ്റ് നടപടികളൊന്നും വേണ്ട, അത് പ്രാഥമികമായ അന്വേഷണത്തിൽ മാത്രം ഒതുക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ തന്നെ എത്തുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷവും ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമാനമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടരുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ സർക്കാർ, ആരോഗ്യവകുപ്പ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ? അതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതിനിടയിലാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഒറ്റപ്പെടുത്താൻ കൂട്ടുനിന്ന ഡോക്ടർ വിശ്വനാഥിനെ DME സ്ഥാനത്തേക്ക് സ്ഥിരം നിയമനം നൽകാനുള്ള നീക്കം ബോധപൂർവമായ നീക്കമാണ്. ഇത് പ്രത്യുപകാരമാണ്, മന്ത്രി വീണ ജോർജിനെ വഴിവിട്ട് സഹായിച്ചുള്ള പ്രത്യുപകാരമാണ് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന കുറിപ്പുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിഷേധവും കണക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കം, സീനിയോറിറ്റി പട്ടികയിൽ 6ാം സ്ഥാനത്താണ് ഡോക്ടർ വിശ്വനാഥ് ഉള്ളത്. 1983 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ അത് രൂപീകരിച്ചതിന് ശേഷം ഇതുവരെയും ഏറ്റവും സീനിയറായ പ്രിൻസിപ്പലിനെയാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് DME തസ്തികയിലേക്ക് പൂർണ്ണ ചുമതല നൽകി നിയമിക്കുന്നത്. ആ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കം മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. ഈ വിഷയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഹാരിസ് ചിറക്കൽ ഒരു പടി കടന്ന് ഇങ്ങനെയൊരു പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതാണ്, ജീവിതത്തിൽ ഇതുവരെ ഒരു തരത്തിൽ പോലും തന്റെ സഹപ്രവർത്തകരെ താൻ നോവിച്ചിട്ടില്ല. പക്ഷെ ആ സഹപ്രവർത്തകർ തന്നെ മനഃപൂർവ്വം ജയിലിൽ അയക്കാൻ ശ്രമിച്ചു. പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഏറെ ഞെട്ടിച്ചു തുടങ്ങി. തന്റെ മനസ്സിലുള്ള മുറിപ്പാടുകൾ, ഡോക്ടർ ഹാരിസിന്റെ മനസ്സിലുള്ള മുറിപ്പാടുകൾ എത്രമാത്രമുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള, പ്രേക്ഷകർക്കടക്കം അത് ബോധ്യമായിട്ടുണ്ടാകും, അത് ബോധ്യമാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം സംഘടനയുടെ ഗ്രൂപ്പിൽ അയച്ചത്. അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടത്.